ഭരണകൂടം നടപ്പിലാക്കിയ കുടിയൊഴിപ്പിക്കൽ നടപടികളെയും ബുൾഡോസർ രാജിനെയും രൂക്ഷമായി വിമർശിച്ച് കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മതേതര കക്ഷിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇന്ന് RSSന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായി അധപ്പതിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. ചരിത്രപരമായ സംഭവങ്ങളെ കൂട്ടുപിടിച്ചായിരുന്നു മന്ത്രിയുടെ ഈ വിമർശനം. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട വേളയിൽ 17 ഭാഷകൾ അറിയാമായിരുന്ന അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു മൗനം പാലിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. അന്ന് തുടങ്ങിയ ആ അപകടകരമായ മൗനം ഇന്നും കോൺഗ്രസ് തുടരുകയാണെന്നും BJPയുടെ അതേ പാതയിലൂടെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സഞ്ചരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മട്ടത്തൂർ പഞ്ചായത്തിൽ നടന്ന രാഷ്ട്രീയ കൂറുമാറ്റത്തെ കോൺഗ്രസ് BJP സഖ്യത്തിന്റെ പ്രായോഗിക പരീക്ഷണമായാണ് ശിവൻകുട്ടി വിശേഷിപ്പിച്ചത്. CPIMനെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുകൂടാൻ കോൺഗ്രസിന് മടിയില്ലെന്ന് തെളിയിക്കുന്നതാണ് അവിടുത്തെ സംഭവവികാസങ്ങൾ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ് എന്നതാണ് അവരുടെ യഥാർത്ഥ മുദ്രാവാക്യമെന്നും അദ്ദേഹം പരിഹസിച്ചു. VK പ്രശാന്തിനെതിരെ BJPക്ക് കുടപിടിക്കുന്ന ജോലിയാണ് K മുരളീധരനും ശബരിനാഥനും ചെയ്യുന്നത്. K മുരളീധരന്റെ കുടുംബം BJP ഏജന്റായി പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിൽ ആരും BJPയിൽ പോയിട്ടില്ലെന്നും കുടുംബപരമായ രാഷ്ട്രീയം ചർച്ചയാക്കി അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണമാറ്റത്തെയും തിരഞ്ഞെടുപ്പ് ഫലത്തെയും അദ്ദേഹം ഗൗരവമായി കാണുന്നുണ്ട്. ജനവിധി മാനിക്കുമെന്നും BJPയുടെ ഭരണത്തിന് തടസ്സം നിൽക്കാൻ തങ്ങൾ ശ്രമിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാനപരമായ രീതിയിൽ കൗൺസിൽ യോഗങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കും. തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവും ഉണ്ടായിട്ടില്ലെന്നും ഭരണവിരുദ്ധ വികാരം ഒരിടത്തും പ്രതിഫലിച്ചിട്ടില്ലെന്നുമാണ് മന്ത്രിയുടെ വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്ത മന്ത്രി തങ്ങൾക്കും ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചു. പ്രധാനമായും തെരുവുനായ പ്രശ്നം പരിഹരിക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിന് മുന്നിൽ വെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭയുടെ കെട്ടിടങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന ആരോപണത്തിൽ പുതിയ ഭരണസമിതിക്ക് പരിശോധന നടത്താൻ അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ മേഖലയിലെ സുപ്രധാന മാറ്റങ്ങളെക്കുറിച്ചും മന്ത്രി വിശദീകരിച്ചു. പാഠപുസ്തക പരിഷ്കരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേന്ദ്ര നയങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം അതിന്റെ സ്വന്തം പാഠ്യപദ്ധതി ചട്ടക്കൂട്ടിലാണ് പരിഷ്കരണം നടപ്പിലാക്കുന്നത്. സ്കൂളുകളിലെ ബാക്ക് ബെഞ്ച് ഒഴിവാക്കുന്നതും കുട്ടികളുടെ സ്കൂൾ ബാഗിന്റെ ഭാരം കുറയ്ക്കുന്നതും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കരിക്കുലം കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ഉടൻ നടപ്പിലാക്കും. ക്രിസ്മസ് അവധി സമയത്ത് ക്ലാസുകൾ നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. അവധി ദിവസങ്ങൾ കുട്ടികൾക്ക് പൂർണ്ണമായും വിനോദത്തിനായി മാറ്റിവെക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. DYFI അഖിലേന്ത്യാ അധ്യക്ഷൻ AA റഹീമിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെയും മന്ത്രി അപലപിച്ചു. ഒരു സൈബർ ആക്രമണ തൊഴിലാളികളുടെയും ചെലവിലല്ല രാഷ്ട്രീയ പ്രവർത്തകർ ജീവിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തനിക്കെതിരെ ഇപ്പോൾ സൈബർ ആക്രമണങ്ങൾ ഇല്ലാത്തതിൽ തനിക്ക് ചെറിയൊരു വിഷമമുണ്ടെന്നും തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയമായ വിയോജിപ്പുകളെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാക്കി മാറ്റുന്ന പ്രവണത ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു.